ജനങ്ങളെ ഇരുട്ടിൽ തപ്പിക്കുകയും സ്വയം ഇരുട്ടിൽ തപ്പുകയും ചെയ്യുന്ന വകുപ്പാണ് വൈദ്യുതിയുടേത്. തൊട്ടാൽ പൊള്ളുന്ന ബില്ലും മീറ്റർ വാടകയും ചുമത്തി ഉപഭോക്താവിനെ പീഡിപ്പിച്ചിട്ടും വകുപ്പിന്റെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. വൈദ്യുതി മേഖലയുടെ പ്രതിസന്ധി ജനങ്ങളെ അറിയിക്കാൻ ധവളപത്രം പുറത്തിറക്കിയിരിക്കുകയാണ് സർക്കാർ. റേഡിയോ അത്ഭുതമായിരുന്ന കാലത്തെ അത്ഭുത ശബ്ദം. വാർത്ത വായിക്കാനായി തന്നെ ഭൂമിയിൽ ജനിച്ചയാളാണ് താനെന്നാണ് രാമചന്ദ്രൻ സാർ സ്വയം കരുതിയിരുന്നത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ടേ റേഡിയോ ആയിരുന്നു സ്വപ്നം. KCBയിൽ ജോലി ലഭിച്ചെങ്കിലും റേഡിയോ മോഹം കാരണം രാമചന്ദ്രന് അവിടെ ഇരുപ്പുറച്ചില്ല. കാഷ്വൽ വാർത്താവതാരകനായി ആദ്യം നിയമനം ലഭിച്ചത് ദില്ലി ആകാശവാണിയിൽ. ശങ്കരനാരായണനായിരുന്നു അന്നത്തെ മലയാള വാർത്താ വായനാ താരം. കോഴിക്കോട്ടെത്തിയപ്പോൾ പെട്ടത് ഉറൂബ്, തിക്കോടിയൻ, K. രാഘവൻ തുടങ്ങിയ മഹാപ്രതിഭകളുടെ നടുവിൽ. അവിടെ വാർത്താ പ്രക്ഷേപണം തുടങ്ങുന്നതിന് നേതൃത്വം നൽകിയത് രാമചന്ദ്രനാണ്. തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തിയപ്പോൾ രാമചന്ദ്രനെ കാത്തിരുന്നത് P. പത്മരാജനും പ്രതാപനും കൈയൊഴിഞ്ഞു പോയ കൗതുക വാർത്തകൾ. രാമചന്ദ്രന്റെ അത്യന്തം വൈകാരികവും നാടകീയവുമായ അവതരണം കൗതുക വാർത്തകളെ അതിവേഗം മലയാളത്തിലെ ഏറ്റവും വലിയ ജനപ്രിയ വാർത്താ പരിപാടിയാക്കി മാറ്റി. ഞായറാഴ്ചകളിൽ ഉച്ചയ്ക്ക് 12:40 മലയാളി കാത്തിരുന്ന് കാതോർത്ത അങ്ങനെ ഒരു വാർത്താ പരിപാടി മലയാള റേഡിയോയുടെ ചരിത്രത്തിൽ വേറെയില്ല. വാർത്തകളുടെ ലോകത്തേക്കുള്ള ഒരു തലമുറയുടെ ജാലകമായ റേഡിയോ വാർത്തയെ ജനപ്രിയമാക്കിയത് രാമചന്ദ്രന്റെ മാന്ത്രിക ശബ്ദമാണ്. അതിന്റെ സ്ഫുടതയ്ക്കും പിടിച്ചിരുത്തുന്ന മോഡുലേഷനും തത്സമങ്ങളില്ല. 1984 ഒക്ടോബർ 31 രാവിലെ 9 മണിക്ക് സംഭവിച്ച ഇന്ദിരാഗാന്ധിയുടെ മരണം മലയാളികൾ അറിഞ്ഞത് വൈകിട്ട് 6:30 രാമചന്ദ്രന്റെ വാർത്തയിലാണ്. അങ്ങനെ എത്രയെത്ര സംഭവബഹുലമായ വാർത്തകൾ മുഴങ്ങിയ ശബ്ദം. അരനൂറ്റാണ്ട് കാലത്തെ ആ വാർത്താ ജീവിതത്തിന് ശേഷം രാമചന്ദ്രന്റെ ശബ്ദം മലയാളികളുടെ സ്വീകരണ മുറിയിലെത്തിയത് കൈരളി ടിവിയുടെ സാക്ഷിയിലൂടെയാണ്. ഇത് സാക്ഷി, എല്ലാം കാണുന്നവൻ, എല്ലാം അറിയുന്നവൻ, എല്ലാം പറയുന്നവൻ. ലോകമെങ്ങുമുള്ള മലയാളികൾ തിരിച്ചറിയുന്ന മാസ്മരിക ശബ്ദം. ദൃശ്യമാധ്യമങ്ങളുടെ പെരുപ്പത്തിൽ ജനപ്രീതി കുറഞ്ഞാലും ഒരു കാലഘട്ടത്തിന്റെ നിറശബ്ദം. വാർത്ത വായിക്കുന്ന രാമചന്ദ്രൻ ഇനി മലയാളിയുടെ ഏറ്റവും സങ്കടകരമായ ഒരു മരണ വാർത്ത. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.